ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, നാളെ മദ്രസ തുറക്കുകയാണ്, അതുകൊണ്ട് നമുക്ക് വീട്ടിൽ പോയേ പറ്റുള്ളൂ. 7 മണി ആയപ്പോഴത്തേന് ചെക്കന്മാർ രണ്ടാളും റെഡിയാണ്. അവനാണെങ്കിൽ കൂട്ടുകാരനോട് യാത്ര പറയാനും പോയി. ചാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് നമ്മളെ ബസ്സിന്റെ പാട്ടിന് പോയിട്ടുണ്ട്. ഇനി നമുക്ക് 8 മണിന്റെ ബസ്സാണ്. ലക്ഷ്യം ഇടുന്നോണ്ടൊന്നും കുഴപ്പമില്ല, ഒരു 1.5 ഇറക്കണ്ടേ നമുക്ക് ഇറങ്ങി തീർക്കാൻ വേണ്ടിയിട്ട്. അത് 2 മക്കളും 2 ബാഗും കൂടി ആകുമ്പോൾ ഹോ സബാഷ്. അങ്ങനെ ഇന്നത്തെ ആദ്യത്തെ ബസ് നമ്മൾ കയറാൻ പോവുകയാണ് ഗൈസ്. നാടും കൂടൊക്കെ വിട്ട് നമ്മൾ മുക്കത്തേക്കാണ് ആദ്യം തന്നെ യാത്ര തിരിച്ചിട്ടുള്ളത്. പറഞ്ഞിട്ട് അതൊന്നും ദുബായിക്കാണ്, ദുബായിക്ക് പോകാത്തതുകൊണ്ടാണല്ലോ നമ്മൾ ഇങ്ങനെയൊക്കെ പോകുന്നത്. രാവിലത്തെ യാത്ര ആയതുകൊണ്ട് തന്നെ പന്തളിച്ചുള്ള സ്ഥലം ബസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മാറിയാണ് ഇരുന്ന് പോയിട്ടുള്ളത്. എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ചെറിയ ചെക്കൻ ഉറങ്ങിയിട്ടുണ്ട്. കാരണം നേരത്തെ എണീച്ചതുമാണ്. മുക്കത്തുനിന്ന് അങ്ങോട്ട് നമ്മളൊരു KSRTCയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അമ്മയും കുഞ്ഞൊക്കെയുള്ള സീറ്റ് ചോദിച്ചു വാങ്ങേണ്ടിയിരുന്നു. കാരണം പെണ്ണുങ്ങൾ തന്നെ നമ്മളെ മൈൻഡൊക്കെ ഉണ്ടേ, ഒരൊറ്റൊന്നും മൈൻഡൊക്കെ ഇല്ല. അവസാനം ഞാൻ ചോദിച്ചു വാങ്ങിയിരുന്നു. സ്റ്റാൻഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു ബേക്കറി വിസിറ്റ് ചെയ്യുക അത് നിർബന്ധം. എന്തായാലും 2 ഗാലക്സി വാങ്ങിക്കൊടുത്ത് നമ്മൾ 3ാമത്തെ ബസ് കയറി. മുക്കത്തുനിന്ന് ഡയറക്റ്റ് വീട്ടിലുള്ള കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ബസ്സേ വേണ്ടിയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 3 കയറണം. ഇങ്ങനത്തെ സമയത്തൊക്കെ ഞാൻ വിചാരിക്കലുണ്ട് നമുക്കൊരു ബസ് അങ്ങോട്ട് വാങ്ങിയാലോ എന്ന്. ഞങ്ങൾ 3 ആളുള്ള യാത്രകൾ ഏറ്റവും കൂടുതൽ ബസ്സിൽ തന്നെയാണ് ഉണ്ടാവില്ല, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ നീണ്ട 1 മണിക്കൂറിന്റെ യാത്രയ്ക്ക് ശേഷം നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെല്ലാവരും നിസ്കാരം കഴിഞ്ഞ് ഒന്നും കൂടെ കിടക്കണ കാരണം നമ്മളെത്തിയാറാണ് എല്ലാവരെയും വിളിച്ചു നിർത്തിയിട്ടുള്ളത്. മക്കൾ 2 ആളെയും 2 ഉമ്മാരെടുത്ത് നോക്കിയിട്ട് ഞാൻ പിന്നെയും മുക്കത്ത് പോയി. കാരണം നമുക്ക് ഇന്നൊരു ബോക്സ് സെറ്റ് ചെയ്ത് കൊടുക്കാണ്ട് നേരെ ഒന്ന് വിളിച്ചിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഞാൻ 2ാമത്തെ വട്ടാണ് മുക്കത്തേക്ക് വരുന്നത്. കാരണം എന്താണെന്നല്ലേ, തലേന്ന് രാത്രി നമുക്കൊരു അർജന്റ് ഓർഡർ കിട്ടിയിട്ടുണ്ടായിന്, ഒരു ബർത്ത്ഡേന്റെ ഗിഫ്റ്റ് ബോക്സ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ പ്രിന്റ് എടുക്കാനുണ്ട്, ഫ്രെയിം എടുക്കാനുണ്ട്, ബോക്സ് സെറ്റ് ചെയ്യാനുണ്ട്. എല്ലാം കൂടെ മുക്കത്തുനിന്ന് ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഇവിടെ തന്നെ സെറ്റ് ചെയ്തത്. 9:30 ഓഫീസിൽ കയറേണ്ടത് ഞാൻ 10:45 ആകുമ്പോഴാണ് അവിടെ എത്തുന്നത്. ഒരു കമ്പനി ആകുമ്പോൾ അതിന്റെ കൃത്യനിഷ്ഠത പാലിക്കണം എന്ന് അറിയാത്തതുകൊണ്ടൊന്നുമല്ല, എന്നാ ചെയ്യണം, സാഹചര്യം മൂലമായി പോണം. പിന്നെ അവിടെ തളികയിൽ ഇങ്ങനെ പൂവൊക്കെ എടുത്തിക്കലുണ്ട്, നല്ല രസം കാണാൻ. അങ്ങനെ കുറച്ച് വർക്കൊക്കെ കഴിഞ്ഞ് അലീസയും കഴിച്ച് അതുപോലെ ഒരു കറുത്തച്ചാറും കഴിച്ചിട്ട് അവിടുത്തെ റൂമൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ ഓർത്തിട്ട് ഇറങ്ങിയതാട്ടോ. ഫാം ഹൗസിൽ ഈ ഒരു റൂം മാത്രമൊന്നുമല്ല, ഒരുപാട് വില്ലകളും കുറേ റൂമുകളും ഒക്കെ ഉണ്ട്. ഞങ്ങളെല്ലാം കണ്ട് കുറേ ഫോട്ടോസും കാര്യങ്ങളും എടുത്ത് ഇറങ്ങിയപ്പോഴാണ് ഈ ഒരു 10,000 കണ്ടപ്പെട്ടത്. അങ്ങക്കും കാണിച്ചു തരാൻ ഓർത്ത് പിന്നെ കുറേ തിരിഞ്ഞ് വേസ്റ്റിനപ്പോൾ കിച്ചണിൽ പോയി 2 നൂൽപുട്ട് കഴിച്ചായിരുന്നു. ഹിന്ദി മലയാളം കൂടി കൂട്ടിയിട്ട് ഒരു മന്തി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും കാര്യം റൂബിക്ക് മനസ്സിലായിട്ടുണ്ട്. റൂബി ആര്യവേപ്പിനെല്ലാം പറിച്ചു കൊടുത്തിട്ടുണ്ട്. ആര്യവേപ്പിനെല്ലാം നമ്മൾ കൂട്ടിലാക്കി വിട്ടിട്ടുണ്ട്. എന്തായാലും ആ സമയത്ത് നമ്മളൊരു മാങ്ങ കണ്ടിട്ടുണ്ടായിന്, അതും പറിച്ച് ഞങ്ങൾ നേരെ കിച്ചണിലേക്ക് പോയി. ഉപ്പുമുളകും കഴിച്ച് തിന്നാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അങ്ങനെ അത് അവിടെ പോയിട്ട് കട്ട് ചെയ്ത് കുഴച്ച് തിന്നുന്ന സമയത്താണ് വിനോദേട്ടനെ കണ്ടത്. വിനോദേട്ടന് കുറച്ച് കൊടുത്തപ്പോൾ നമുക്ക് ബറാബർ എങ്ങനെ എന്തോ ഒരു കായ തന്നു. ഇവിടെ ഫാം ഫ്രഷ് ആയിട്ടുള്ള ഒരുപാട് ഫ്രൂട്ട്സ് കിട്ടാണ്ട്. മാങ്ങ തിന്നുന്ന സമയത്ത് തന്നെ നമുക്ക് കിച്ചണിൽ നിന്ന് കോൾ നിന്നിട്ടുണ്ടായിന്, നമുക്ക് ഫുഡ് കഴിക്കാൻ വരാൻ പറഞ്ഞിട്ട്. മീൻകറും ചോറും ഉള്ളസ് കഞ്ഞിവെള്ളം അച്ചാറും കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ പിന്നെ വർക്കിന് കയറി. ഒരു 3 മണി ആയപ്പോൾ പിന്നെ ഒരു ചക്ക പൊരിച്ചത് നമ്മൾ ക്യാബിലേക്ക് എത്തിയിട്ടുണ്ടായിന്. അതും കഴിച്ച് കഴിഞ്ഞ് ബയോ പാർക്ക് പോയപ്പോഴാണ് നമ്മൾ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ കഴിച്ചിട്ടുണ്ടായി. ഞാൻ പറഞ്ഞില്ലേ, ഫാം ഫ്രഷ് ആയിട്ടുള്ള ഒരുപാട് ഫ്രൂട്ട്സ് ഇവിടെ നിന്ന്. വർക്കൊക്കെ ഏകദേശം ആയിരിക്കുമ്പോഴാണ് നല്ല മഴ വരുന്നത് കണ്ടത്. എന്നാൽ പിന്നെ ഒരു ഗ്ലാസ് ചായയും കുടിക്കാന്ന് ഓർത്ത് തൊട്ടടുത്തുള്ള ടീട്ടാൾക്ക് പോയപ്പോഴാണ് ഞങ്ങൾ തണുത്തത് തന്നെയാണ് വീണ്ടും ഓർഡർ ചെയ്തിട്ടുണ്ടായിന്. അങ്ങനെ ഒന്ന് ജംഷിദക്കും പാർസൽ ചെയ്ത് കൊണ്ടുപോയി. അങ്ങനെ നല്ല മഴയൊക്കെ കണ്ട് പിന്നെ മഴയൊക്കെ ചോർന്നതിന് ശേഷം നമ്മൾ നേരെ വീട്ടിൽ പോയി. അപ്പം ഇന്നത്തെ ഒരു ഡേ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.